പോയില്ലേ എല്ലാവരുടെയും ഇവിടെ വന്ന് നിൽക്കാനൊരു ഇനി എനിക്ക് അടുത്തൊരു ചാൻസ് തന്നാൽ ഇനി ഞാൻ നന്നായി ചെയ്യുന്നു തോന്നിയില്ല എല്ലാവർക്കും ഇല്ലേ? അതാണ് നമ്മളിവിടെ നിന്ന് സംസാരിക്കുമ്പോഴുള്ള മാറ്റം, ചേഞ്ച്. നമ്മളെല്ലാവരും ചേഞ്ചിന് വേണ്ടിയിട്ടാണല്ലോ ആർസിഎം നടത്തുന്നത്. എൻ്റെ പേര് സരള ശിവകുമാരൻ, കൽപ്പാത്തിയിലാണ് താമസിക്കുന്നത്. ആർസിഎമ്മിൽ അസോസിയേറ്റ് 4.5 വർഷത്തിലധികമായി. ആർസിഎം എന്ന ഈ ഒരു നന്മ നിറഞ്ഞത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുടുംബസമേതം തന്നെ വരുന്നിരിക്കുന്നു. നന്മയ്ക്കാണ് ഷോപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ഒരു ആർസിഎം പ്രസ്ഥാനം പല സ്ഥലങ്ങളിൽ ഉള്ളവർ എല്ലാവരും ഒത്തു ഓർക്കണില്ലേ? ഇതന്നെയാണ് നമ്മുടെ TCC പറയുന്നത്. ഇവിടെ എനിക്ക് പ്രോഡക്റ്റ് പറയാനാണ് എനിക്കൊരു വേദി തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീകൾ, നമ്മളെ പോലെയുള്ള ലേഡീസ് ഒരുപാട് സമൂഹത്തിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹൈജീൻ അല്ലേ? നമുക്ക് പുറത്തുപോയി യൂറിൻ പാസ് ചെയ്യാൻ സൗകര്യമില്ല. അതേപോലെ സാനിറ്ററി പാഡുകൾ നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യമില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സ്ത്രീകളായിട്ട് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ് നമുക്ക് ആർസിഎമ്മിലുള്ളത്. എന്താണ്? നമുക്ക് 3 തരം പാഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്തിനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ പാഡ്? മുന്നേയൊക്കെ നമ്മൾ കോട്ടൺ തുണിയാണ് ഉപയോഗിച്ചിരുന്നത്. തുണി ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ ഉണക്കി ഉപയോഗിച്ചിരുന്നു അല്ലേ? ഇപ്പോൾ നമ്മൾ സാനിറ്ററി പാഡിലേക്ക് മാറി. സാനിറ്ററി പാഡുകൾ എങ്ങനെയാണ് വിപണിയിൽ ഉണ്ടെന്ന് അറിഞ്ഞത് നമുക്ക് കണ്ണം ചുറ്റിക്കുന്ന പരസ്യം അല്ലേ? പരസ്യത്തിലൂടെയാണ് നമുക്ക് ഇങ്ങനൊരു സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് അറിയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ മാർക്കറ്റിൽ ഏതാണോ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് നമ്മൾ TV-യിൽ കാണുന്നു. ആ പ്രോഡക്റ്റാണ് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടും എവിടെ പോയിട്ടും ചോദിച്ച് വാങ്ങിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് ഏത് പ്രോഡക്റ്റിന് പേര് പറയാൻ പാടില്ല, എന്നാലും വിസ്പർ പോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ മുന്നേ അത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ എന്തിനും അതിൽ നിന്ന് ചേഞ്ച് ചെയ്യണം. ആർസിഎമ്മിലേക്ക് ആർസിഎമ്മിൻ്റെ പ്രോഡക്റ്റ് എന്തിനും ഉപയോഗിക്കണമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ ഇതേപോലെ നേരിട്ടിരുന്ന ഒരുപാട് നമ്മൾ പീരിയഡ്സ് ആകുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും, ചൊറിച്ചിലുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? നമ്മളൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷെ നമുക്ക് സാനിറ്ററി പാഡ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇവിടെ വന്ന് തിരിച്ചറിവ് കിട്ടിയത് ആർസിഎമ്മിൽ വന്നിട്ടാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത്. പാഡുകൾ മാക്സിമം 6 to 8 മണിക്കൂറിൽ പാഡ് ചേഞ്ച് ചെയ്യണം. ഈ കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? സമൂഹത്തിലുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത സമൂഹത്തിലെത്താൻ ആ ഒരു ദൗത്യം കൂടെ നമുക്ക് എല്ലാവർക്കും ആർസിഎമ്മിലൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 3 തരത്തിലുള്ള സാനിറ്ററി പാഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സെയിൽ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? സെയിൽ ചെയ്യല്ല ഞാൻ പറയുന്നത്. ഈ ഒരു മഹത്തായ ഉൽപ്പന്നം നമ്മുടെ സമൂഹത്തിലെ നമ്മളെപ്പോലെ അനുഭവിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എത്തിച്ചില്ലെന്ന് കൈവന്നിട്ടു ആൾക്കാർ എത്തിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഇത് എത്തിച്ചു അല്ലേ? നമുക്കറിയാം സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് എല്ലാവരും സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, മിക്ക പരസ്യങ്ങളിൽ കാണുന്ന ഉൽപ്പന്നങ്ങളും പോളിപ്രോപ്പൈലൻ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് ലെയർ നമ്മൾക്ക് വാങ്ങി നോക്കിക്കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രതലത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കറിയാം പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് അത്. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കോട്ടൺ കൊണ്ട് കെട്ടുമോ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടുമോ? പറയൂ. കോട്ടൺ കൊണ്ട് കെട്ടും അല്ലേ? ഇതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടാത്തത്. ഇൻഫെക്ഷൻ ആവും അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ നമ്മൾ ഈ പോളിപ്രോപ്പൈലൻ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് ലെയർ ചേർന്ന് വരുന്നത് ഇന്റിമേറ്റ് ഏരിയകൾ പോലെയുള്ള ഭാഗങ്ങളിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള സ്ഥലത്ത് ഈ പ്ലാസ്റ്റിക് ലെയർ ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും? ഈ ഒരു കാര്യമാണ് നമ്മളെ പോലുള്ള സ്ത്രീജനങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ലെയർ യൂസ് ചെയ്യാതെ നമ്മുടെ പ്യുവർ കോട്ടൺ ആണ്, 100% കോട്ടൺ ആണ്. ഇതിൽ വുഡൻ പൾപ്പാണ്, എക്സ്ട്രാ ലോങ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ പാഡുണ്ട്. അതുപോലെ ഇതിൽ 3 ഇത് അഡ്വാൻസ് സേഫ് ആൻഡ് മോഡെന്ന് പറയാം. അപ്പോൾ 3 തരത്തിലുള്ള പാഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ സാനിറ്ററി പാഡ് വിസ്പറിൻ്റെ ഒന്ന് വാങ്ങി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 92 രൂപ മുകളിൽ വിലയുണ്ട്. ഞാൻ അങ്ങനെയാണ് എല്ലാവരോടും പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു പാഡും നമ്മുടെ സമൂഹത്തിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മളോട് ആരും തുറന്നു പറയാൻ ആദ്യം തന്നെ മടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളത് കുറേ കഴിഞ്ഞ് നമ്മൾ അവരായിട്ട് നല്ല സംഭാഷണത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവർ പറയും ശരിയാണ്,
ചൊറിച്ചില്, ചിലർക്ക് എന്ന് വെച്ചാൽ ഡ്രൈ ആവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അങ്ങനെ ഒരുപാട് സമൂഹത്തില് കുട്ടികൾ ഇപ്പോൾ എങ്ങനെയാണ് വലിയ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഋതുമതികളാവുക അല്ലെ. ഇപ്പൊ അങ്ങനെയാണോ? ലൈഫ് സ്റ്റൈൽ മൊത്തം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ, നമ്മളെ പോലുള്ള സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ആരിലൂടെ മാറേണ്ടത്? ഈ ഒരു കാര്യം അവർക്ക് അറിയില്ല. കാരണം എല്ലാവർക്കും പരസ്യത്തിലുള്ളത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഈ ഒരു കോട്ടൺ സാനിറ്ററി പാഡ് നമ്മളിലൂടെ സമൂഹത്തിലേക്ക് എത്തണം. ഈ ഒരു ദൗത്യം നമ്മളെല്ലാവരും ഞാനത് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റും. ഒരു മടിയില്ലേ? മടിക്കേണ്ട ആവശ്യമില്ല. സാറിനോട് നമുക്ക് പറഞ്ഞു തന്ന 5 കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നത്. ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതെങ്ങനെയൊക്കെ പറയാന്നൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ ലേഡീസിന്റെ ഹൈജീൻ ക്ലാസ്സും അതുപോലെ നേഹ മാഡത്തിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ടാൽ നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. സമൂഹത്തിലെ നന്മ നമുക്ക് പകർത്തിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. RC20 പ്രസ്ഥാനത്തോടെ കോർത്തിയിരിക്കുന്നത്. ഈ ഒരു പാഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ ലോങ് ആണ്, ഡബിൾ എക്സൽ ആണ്, പ്യുവർ കോട്ടൺ ആണ്, ഡീഗ്രേഡബിൾ ആണ്. അതായത് ഭൂമിയിൽ അലിഞ്ഞു ചേരും. മറ്റുള്ള പ്ലാസ്റ്റിക് പാഡുകൾ എന്താണ്? കോട്ടൺ 500 വർഷങ്ങൾക്ക് ശേഷമാണ് മണ്ണായിട്ട് അലിഞ്ഞു ചേരുക എന്നാണ് പറയുന്നത്. അപ്പൊ ഭാവി തലമുറകൾക്ക് എത്രമാത്രം മണ്ണിന്റെ ഫലപുഷ്ടിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതും കൂടെ ഇതിൽ നമുക്ക് ഭാഗമാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ചെറിയ പാടാണ്, എല്ലാവരും ഉപയോഗിക്കുന്നവരായിരിക്കും. എന്നാലും പറഞ്ഞത് ഇത് സേഫ് ആൻഡ് ലോങ് ഉള്ള പാടാണ്. ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ കോളേജിൽ പോകുന്നതായിക്കോട്ടെ സ്കൂളിൽ പോകുന്നതായിക്കോട്ടെ ആദ്യത്തെ ഒരു 2-3 ഡേയ്സിൽ അവർക്ക് ഓവർഫ്ലോ ഉണ്ടാവും. ആ സമയങ്ങളിൽ നമുക്കിത് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഡബിൾ എക്സൽ ആണ്, അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ ആണ്. ഇതിൽ വുഡൻ പൾപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഒരു കാര്യം പറയുന്നത് ആനിയോൺ സ്ട്രിപ്പ് ഉണ്ട്. ആനിയോൺ സ്ട്രിപ്പ് എന്താണ്? നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ഇല്ലാതാവും, ഇറിറ്റേഷൻ ഇല്ലാതാവും, ഇച്ചിങ് ഇല്ലാതാവും. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സേഫ് ആൻഡ് ലോങ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള സാനിറ്ററി പാഡ് ഉണ്ട്. ഇത് കൂടാതെ എല്ലാവരും ഇന്റിമേറ്റ് വാഷ് ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടോ? അപ്പൊ ഇന്റിമേറ്റ് വാഷ് എന്തിനു ഉപയോഗിക്കണം? ഇന്റിമേറ്റ് വാഷ് എന്ന് പറഞ്ഞിട്ട് ഇന്റിമേറ്റ് വാഷ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ പരസ്യങ്ങളിൽ വരുന്നതിന് ശേഷം ഒക്കെ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സ്ത്രീകളുടെ ഇന്റിമേറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 3.5 to 4.5 വരെയാണ് ഇന്റിമേറ്റ് ഏരിയയുടെ pH എന്ന് പറയുന്നത്. സോപ്പിന്റെ pH ആണെങ്കിൽ 8ന് മുകളിലാണ്. അപ്പൊ നമ്മൾ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ആ pH ഉള്ളവിടെ നമ്മൾ 8ന് മുകളിലുള്ള pH ഇട്ട് നമ്മുടെ സ്കിന്നിൽ ഉറച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്കിന്ന് ഡ്രൈ ആവും, അതുപോലെ നമുക്ക് ചൊറിച്ചിൽ വരും, കറുത്ത പാടുകൾ കൂടി ഇൻഫെക്ഷൻ വരും. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റിമേറ്റ് വാഷ് തികച്ചും ഓർഗാനിക് ആണ്. എന്താണുള്ളത്? ലോട്ടസിന്റെ എക്സ്ട്രാക്ട്, താമരപ്പൂവിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, അലൻടോയിൻ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ ഡി പാന്തനോൾ ഉണ്ട്, അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ ഉണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നിങ്ങൾ പുറത്തെ വാങ്ങി നോക്കിക്കോളൂ. എക്സാമ്പിൾ പറയാം, ബി വാഷ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഒരാൾ കസ്റ്റമർക്ക് പോയി ആദ്യം പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നില്ല, ബി വാഷ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ കുറേ നേരം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും ശരിയാണ്, ഡ്രൈനസ് ഫീൽ ചെയ്യുന്നത്. അവർ തന്നെ അവരുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് പോയ പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത്. ജസ്റ്റ് തുറക്കുക, അവരൊന്ന് മണപ്പിക്കാം. ലോട്ടസ് എക്സ്ട്രാക്റ്റിന്റെ മണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ സ്മെല്ല് കേട്ടാൽ തന്നെ ആദ്യം വില ചോദിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത്രയും കറുത്ത പാടുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ കാറ്റുകൊള്ളാത്ത ഭാഗമല്ലേ? എന്തുകൊണ്ടാണ് അവിടെ കറുത്ത നിറം കൂടി വരുന്നത്? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഒരു കളറായിരിക്കും, ഇവിടെ ഒരു കളറായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ അത്രയും ഇൻഫെക്ഷൻ ആവുകയാണ്. നമ്മൾ ആവശ്യമില്ല പാഡുകൾ പ്ലാസ്റ്റിക് ലെയറൊക്കെ ഉപയോഗിക്കുന്നു, അവിടെ സോപ്പ് കഴിക്കുന്നു, അങ്ങനെ കറുത്ത പാടുകൾ കൂടി വരുന്നു, ഇൻഫെക്ഷൻ ആവും. നമ്മുടെ യൂട്രസ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഇന്റിമേറ്റ് വാഷ് ഇതിനാണ് നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നത്. pH ബാലൻസ് കൺട്രോൾ ആവാനും നല്ല ബാക്ടീരിയകളെ റീജനറേറ്റ് ചെയ്യാനും ബാഡ് സ്മെല്ല് ഇല്ലാതിരിക്കാനും അവിടെ കൂളിംഗ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവും സഹായിക്കും. ഇത്രയും നമുക്ക് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഹൈജീൻ പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം. ഇത് പുരുഷന്മാർക്കും. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് എത്തിക്കില്ലേ?